ചിങ്ങസൂര്യൻ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പം ചിലവരുടെ ജാതകങ്ങൾ നോക്കുമ്പോൾ ചിങ്ങത്തിലെ സൂര്യൻ അവരെ ലഗ്നവും രാശി ആയിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ ഭയങ്കര പിടിപാടും ഉന്നതിയിലെത്താനും ചിലപ്പോൾ MLA മന്ത്രി വരാനുള്ള അവസരം കിട്ടും, സിനി ഫീൽഡിലേക്ക് വരാനുള്ള അവസരം. അപ്പൊ അത് ദോഷമല്ല. 6 വർഷത്തെ സൂര്യദശ ദോഷമല്ല, ചന്ദ്രദിശ 10 വർഷം ദോഷമല്ല, കുജദശ 7 വർഷവും അത്ര ദോഷമല്ല, നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ. എന്നാൽ അതുപോലെ ഗവൺമെന്റ് തലത്തിലൊക്കെ വളരെ പിടിപാടുള്ളവർ, പൊതുപ്രവർത്തനം, ഇങ്ങനെ വരാനുള്ള അവസരം. പിന്നെ പിതാവെങ്കിൽ നിന്ന് ഒരു ധനവും നമുക്ക് കിട്ടാനുള്ള യോഗമില്ല. നമസ്കാരം, ഞാൻ അറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നക്ഷത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആയില്യം വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇനിയിപ്പോ അടുത്ത് മക് നക്ഷത്രക്കാരുടെ ജീവിതചര്യ എങ്ങനെയാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, പക്ഷബലം വേണം. പക്ഷബലം എന്ന് ഉദ്ദേശിക്കുന്നത് മാസിമകം, കേട്ടിട്ടില്ലേ? മാസിമകം എന്ന് ഉദ്ദേശിക്കുന്നത് കുംഭത്തിലെ മകം. അത് വെളുത്ത മകം എന്ന് പറയും. പെൺകുട്ടികൾക്ക് വളരെ വിശേഷമാണ് കുംഭമകം. ചോറ്റാനിക്കരയിലൊക്കെ മകത്തിനാണ് മകം തൊഴിൽ, കുംഭത്തിലെ മകം. അപ്പൊ മകത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ പറയുന്നത് ആദി മധ്യ അന്ത്യ ത്രയകോണം. ഇതിൽ ആദ്യ ത്രയകോണമാണ് മകം, 3-ാം പാദം വരെ വരുന്നത്. അതായത് 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം. ഇവര് എപ്പോഴും മേൽക്കോയ്മയാണ്. അതിന്റെ ചിഹ്നം തന്നെ നമുക്കറിയില്ല, സിംഹത്തിന്റെ ഒരു ഇതാണ് കിട്ടേക്കുന്നത്. ആണ് ആദ്യ ത്രയകോണം ഉദ്ദേശിക്കുന്നത്. മേൽക്കോയ്മ, അധികാരവർഗം എന്നും പറയാം. ഇവർക്ക് വന്ന് എന്തിനും ഒരു വ്യക്തിത്വമാണ്. ചിലർക്കൊക്കെ കണ്ണിനൊരു പ്രത്യേകത, കണ്ണിനെന്ന് വെച്ചപ്പോ നമ്മൾ കാശ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രത്യേകത വരാനുള്ള അവസരം കാണുന്നു. അതും പക്ഷബലുള്ള ചന്ദ്രൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് ചിലർ പറയില്ലേ, ഞാൻ ചിങ്ങത്തിലെ മകമാണ്. ആ ചിങ്ങത്തിലെ മകം എന്ന് പറയുമ്പോൾ അമാവാസ ജനനം. അത് ചന്ദ്രനും രവിയും ചേർന്ന് വരുന്ന സമയമാണ് ചിങ്ങത്തിലെ മകം. അതിപ്പോ ഏത് രാശി എടുത്താലും ചന്ദ്രന്റെ കൂടെ രവി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് വൃശ്ചിക മാസം അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസ വരും. അത് കറുത്തപക്ഷം. അപ്പൊ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലർ പറയും, തമിഴ്നാട്ടില് പ്രത്യേകിച്ച് പറയുന്നത് അമാവാസിക്ക് ജനിച്ചവൻ കള്ളൻ എന്ന് പറയും. അങ്ങനെയൊന്നും അല്ല. അതിന്റെ ഒരു ഉദ്ദേശം, അമാവാസിക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഉയർച്ച നേടാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതം ഉടനീളം. അപ്പൊ പക്ഷബലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മീനത്തിലെ മകം, ഇടവത്തിലെ മകം, മിഥുനത്തിലെ മകം മാസം. ഞാൻ മിഥുന മാസത്തിലെ മകമാണ്, പക്ഷബലമുണ്ട്. ഇപ്പൊ കന്നിയിലെ മകമാണെങ്കിലും പക്ഷബലം ഇല്ല. ഇനി അവരുടെ ദശാകാലം അശ്വതിക്ക് പറഞ്ഞതുപോലെ തന്നെ മകത്തിനും കേതു ദശാകാലം തുടക്കം. അപ്പൊ 1-ാം ഭാഗമാണെങ്കിൽ 6 വയസ്സ് വരെ കേതു ദശാകാലം, 20 വർഷം ശുക്രദശാകാലം, 6 വർഷം സൂര്യദശാകാലം. അപ്പൊ നമുക്ക് അമാവാസ്യ യോഗം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, സൂര്യദശാകാലം ഗുണം ചെയ്യും. ചിങ്ങസൂര്യനാണ്. ചിങ്ങസൂര്യൻ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പം ചിലവരുടെ ജാതകങ്ങൾ നോക്കുമ്പോൾ ചിങ്ങത്തിലെ സൂര്യൻ അവരെ ലഗ്നവും രാശി ആയിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ ഭയങ്കര പിടിപാടും ഉന്നതിയിലെത്താനും ചിലപ്പോൾ MLA മന്ത്രി വരാനുള്ള അവസരം കിട്ടും. അതുപോലെ ഗവൺമെന്റ് തലത്തിലൊക്കെ വളരെ പിടിപാടുള്ളവർ, പൊതുപ്രവർത്തനം, ഇങ്ങനെ വരാനുള്ള അവസരം. പിന്നെ പിതാവെങ്കിൽ നിന്ന് ഒരു ധനവും നമുക്ക് കിട്ടാനുള്ള യോഗമില്ല. ചിങ്ങരവിയുടെ ഒരു പ്രത്യേകത. അപ്പൊ 2-ൽ ബുധനും കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രത്യേകതയാണ്. ഇനിയിപ്പോ നമുക്ക് ദശാകാലം പറയാം. അപ്പൊ 26 വയസ്സ് വരെ കേതുദശയാണെങ്കിൽ 6 വർഷം സൂര്യദശാകാലം, വളരെ ഉന്നതിയിലെത്താനുള്ള സമയം. അപ്പൊ ഇവരില് കൂടുതലും നല്ല ഒരു പൊസിഷനിൽ എത്താനുള്ള സമയം എന്നുള്ളത് ഈ സൂര്യനും ചന്ദ്രനുമാണ്. അപ്പൊ മാസി മകമാണെങ്കിൽ സൂര്യന്റെ സ്ഥിതി കുംഭത്തിലായിരിക്കും. അതും പ്രത്യേകതയാണ്. പൗർണമി ജനിച്ചാലും ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. ചന്ദ്രദശയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാനുള്ള. പിന്നെ ഇവർക്ക് ഒരു സ്വഭാവം എന്ന് പറയുന്നത് മേൽക്കോയ്മ. ഇരുന്നിടത്ത് ഇരുന്നുകൊണ്ട് കാര്യം നേടാൻ മിടുക്കന്മാരാണ്. മിടുക്കന്മാർ മാത്രമല്ല, മിടുക്കിയവർ. ഇരുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അത് വീട്ടുകാരെയും അധികാരം, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇവര് നൈസായിട്ട് അങ്ങ് നിന്നോളും. അത് അവരുടെ ഒരു, എങ്ങനെ പറയാ, ഒരു വ്യക്തിത്വം, അങ്ങനെ പറയാവൂ. പിന്നെ ക്ഷിപ്രകോപികളാണ്, വാശി, ഇങ്ങനെ ഈ സ്വഭാവം കുറച്ച് അത് നെഗറ്റീവാണ്. എന്നാലും ഇവരുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ പ്രകാരം ഇവര് അങ്ങനെ ആവുന്നതും ആവാം.
ആ നക്ഷത്രത്തിന്റെ ഒരു വിശേഷമാണ്. അപ്പം ചന്ദ്രദിശ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് കുജദിശാകാലം. അപ്പൊ ഈ രാശിക്ക് 9ാം ഭാവാധിപനാണ് കുജൻ. കുജൻ സ്വക്ഷേത്രനായിട്ട് വരുന്നത് വളരെ പ്രത്യേകതയാണ്. ആ കുജദിശാകാലം ഭൂമി ലാഭം, പെട്ടെന്നുള്ള ഒരു പൊസിഷൻ മാറുക. ചിലർക്ക് എംഎൽഎ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കും, ജയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മന്ത്രിസ്ഥാനം കിട്ടുന്നില്ലേ, അങ്ങനെ ഒരു യോഗം. അതുപോലെ ഭൂമി സ്വത്ത് വാങ്ങിക്കുക, പെട്ടെന്ന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടുക, അതിന്റെ വാടക വരുമാനം, ചെമ്മൺ ഭൂമി വാങ്ങിക്കുക, പിന്നെ കുട്ടികളിൽ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ പോലീസ് ഓഫീസിൽ ജോലി കിട്ടുക, ഇങ്ങനെയൊക്കെ ഒരു അവസരം. അപ്പൊ ഇവർക്ക് ഈ കാലയളവ് മൊത്തവും സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ ഗുണമായിരിക്കും. പിന്നെ വരുന്ന രാഹു ശ്രദ്ധിക്കണം. ചിങ്ങത്തിന് ഈ രാശിക്ക് എപ്പോഴും ആപ്പോസിറ്റ് ആണ് രാഹു. ശനി ആപ്പോസിറ്റ് ആണ്, രാഹു ആപ്പോസിറ്റ് ആണ്. രാഹു 11ൽ വന്നാൽ നല്ലതാണ്, ദോഷമല്ല ദിനത്തിൽ. അതിപ്പോ ജാതകത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം മകത്തിന് 11ൽ രാഹു വരുന്നതോ 3ൽ രാഹു വരുന്നതോ 6ൽ രാഹു വരുന്നതൊക്കെ ദോഷവശമല്ല. അതുപോലെ ശനി. അപ്പൊ എങ്ങനെ ഉദ്ദേശിക്കാം? 11 എന്ന് പറയുന്നത് മിഥുനം, 3 എന്ന് പറയുന്നത് തുല, 6 എന്ന് പറയുന്നത് മകൻ രാശി. അപ്പൊ ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ദോഷമല്ല. അതുപോലെ തന്നെ ശനി, രാഹു ഇപ്പോൾ ശനിയെ ഇപ്പോൾ രാഹു. അപ്പൊ ആ ദിശാകാലവും നന്നായിരിക്കും. 8ൽ വരാൻ പാടില്ല, 8 ദോഷമാണ്, 2ൽ ദോഷമാണ്. അത് പെൺകുട്ടികളൊക്കെ കുടുംബ വഴക്ക്, അത് കുടുംബ വഴക്കെന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബം വിവാഹശേഷം അത്ര നന്നാവൂല ആ രാഹു ദിശാകാലം. പിന്നെ വരുന്നത് വ്യാഴദിശ. വ്യാഴദിശ ഗുണവാനാണ് ആർക്ക്? ഈ ചിങ്ങരാശിക്കാർക്ക്. അപ്പൊ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കേതുദശാകാലം ജനനം, ശുക്രദശാകാലം, ശുക്രനും തുലാത്തിലോ അല്ലെങ്കിൽ ഇടവത്തിലോ നിന്ന് കഴിഞ്ഞാൽ വളരെ ഗുണമാണ്, സിനി ഫീൽഡിലേക്ക് വരാനുള്ള അവസരം. അപ്പൊ അത് ദോഷമല്ല. 6 വർഷത്തെ സൂര്യദശ ദോഷമല്ല, ചന്ദ്രദിശ 10 വർഷം ദോഷമല്ല, കുജദിശ 7 വർഷവും അത്ര ദോഷമല്ല, നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ. എന്നാൽ രാഹു ഓപ്പോസിറ്റ് ആണ്. രാഹു ദിശാകാലം വളരെ ശ്രദ്ധ വേണം. അപ്പൊ പ്രായം നോക്കുമ്പോൾ ഒരു 45 വയസ്സിന് ശേഷമായിരിക്കും രാഹുറൊക്കെ വരുന്നത്, എന്നാലും ശ്രദ്ധ വേണം. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.